ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് 12ാമത്തെ ക്വസ്റ്റിൻ്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി മെട്രിക്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ ഈ ഒരു സെഷനിൽ ചോദിച്ച 2 ക്വസ്റ്റ്യൻ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഒരു ടൈപ്പ് അത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെ പറഞ്ഞത് എന്താ, ഇഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 2x + 3y - z = 5, x + alpha y + 3z = -4, and last one is 3x - y + beta z = 7 has ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടേം. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട് അല്ലേ. അങ്ങനെ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് 30 × ആൽഫ ബീറ്റ അല്ലേ. എടാ നമുക്ക് 13 × ആൽഫ × ബീറ്റ കാണണമെങ്കിൽ അവിടെ ആൽഫയും ബീറ്റയും ആദ്യം കാണണ്ടേ അല്ലേ. ആ ആൽഫയും ബീറ്റയും കണ്ടിട്ട് ആ ആൽഫനെയും ബീറ്റനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി നോക്കുക, ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ ആണെങ്കിൽ ബൈ ക്രാമേഴ്സ് റൂൾ നമുക്കറിയാം D1 D2 D3 എല്ലാവരും 0 ആവണ്ടേ അല്ലേ. ആ എല്ലാവരും 0 ആയാൽ മാത്രമേ എന്താവുള്ളൂ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആവുള്ളൂ. സോ എന്ത് ചെയ്യുക, ഇതിലെ ഏതെങ്കിലും രണ്ടാളെടുത്ത് സോൾവ് ചെയ്താൽ മതി. D1 D2 D3 എടുത്ത് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഡി എന്ന് പറഞ്ഞാൽ എന്താ, കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. ഓക്കെ, സോ ഞാൻ കോഎഫിഷ്യന്റ് മെട്രിക്സ് എടുക്കുന്നില്ല. കാരണം എന്താ, ആ കോഎഫിഷ്യന്റ് മെട്രിക്സ് എടുത്താലേ ഒരുമിച്ച് ആൽഫയും ബീറ്റ വരും അല്ലേ. അതായത് കോഎഫിഷ്യന്റ് മെട്രിക്സ് ആരാടാ, ഡിറ്റർമിനന്റ് ഓഫ് 2 3 -1 1 ആൽഫ 3 3 - 1 ബീറ്റ. ഇത് ഒരുമിച്ച് എടുത്താൽ പ്രശ്നം എന്താ, അവിടെ തന്നെ ഇക്വേഷനിൽ ആര് വരും, ആൽഫയും ബീറ്റയും ഒരുമിച്ച് വരും. സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതിന് പകരം എന്ത് ചെയ്യാം, ആദ്യം ഞാൻ D2 എടുക്കാം അല്ലെങ്കിൽ D3 എടുക്കാം. D3 എന്താ വരിക, ഫസ്റ്റ് റോ ഞാൻ മാറ്റല്ല, ഇയാൾ എഴുതാം 2 1 3. ഇത് D3 ആണ്, D3 2 1 3. സെക്കൻഡ് റോ മാറ്റില്ല ആരാ, 3 ആൽഫ -1 3 ആൽഫ. D3 ആയതുകൊണ്ട് തേർഡ് റോ ഞാൻ ഇയാളെ എഴുതാൻ പറ്റൂല, പകരം ആരെ എഴുതാ, റൈറ്റ് ഹാൻഡ് സൈഡിലെ ആളെ എഴുതാ. അതാരാ, 5 -4 7. ഇതെന്താവണം, 0 ആവണല്ലോ അല്ലേ. ഇതാണല്ലോ D3 എന്ന് പറഞ്ഞാൽ അല്ലേ. തേർഡ് കോളം മാറ്റിയിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ ആൾ വരിക. ഇത് 0 ആയി. ഇത് ഇവിടെ ആകെ വേരിയബിൾ ആയിട്ടുള്ള ആൽഫ മാത്രമേ ഉള്ളൂ. കിട്ടൂലേ, ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് റോ ബേസ് ചെയ്ത് ചെയ്താൽ 2 × 7 ആൽഫ -4 -3 × 3 ഉൾപ്പെടുന്ന റോയും കുറവാക്കി ബാക്കി എന്താ, 7 - -3 4 12 അല്ലേ. അപ്പോൾ എന്താ 7 + 12. ദെൻ +5 × -1 -3 ആൽഫ എന്താവണം, 0 ആവണം അല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. 2 × 7 ആൽഫ 14 ആൽഫ -2 × 4 8. അതായത് 12 + 7 19 അല്ലേ. 19 + 3 എന്താ 15 7 അല്ലേ, 47 അല്ലേ. ദെൻ 5 × -1 -5 5 × 3 ആൽഫ -3 ആൽഫ -15 ആൽഫ = 0 അല്ലേ. നീ നോക്കുക, 14 ആൽഫ -15 ആൽഫ എന്താ, -ആൽഫ. ദെൻ 8 - 5 -13 ആണ്. -13 -57 എന്താ, -70 അല്ലേ. അപ്പോൾ എന്താ -70 = 0 അല്ലേ. അപ്പോൾ ആൽഫ എന്ത് കിട്ടി മക്കളെ, ആൽഫ ഈസ് -70 എന്ന് കിട്ടിയാലോ. ആൽഫ ഈസ് -70 അല്ലേ. ആൽഫ ഈസ് -70 കിട്ടി അല്ലേ. ഇനി ആരെ കിട്ടിയാൽ മതി മക്കളെ, ബീറ്റ കിട്ടിയ പോരെ. ആ ബീറ്റ കിട്ടാൻ ഏറ്റവും നല്ലത് ആരും എടുക്കുന്ന, D2 എടുക്കാം അല്ലേ. D2 എടുത്താൽ എന്തായി മാറടാ, ഈ ആൽഫുള്ള ഇക്വേഷൻ പോലെ. D2 എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, D1 എടുക്കാം. ആൽഫ കിട്ടി, പക്ഷേ ആൽഫ -70 നടക്കുന്നുണ്ട്, കുറച്ച് വലിയ വാല്യൂ ആണ്. അപ്പോൾ ആൽഫ ഒഴിവാക്കിയുള്ള ഇക്വേഷൻ കിട്ടിയാൽ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ D2 എടുക്കാം. D2 എടുത്താൽ എന്താ, ഫസ്റ്റ് റോ എഗെയിൻ ആരാ, 2 1 3 ആണ്. 2 1 3 സോറി, ഫസ്റ്റ് റോ ഈസ് 2 1 3 അല്ലേ. സോറി, ഫസ്റ്റ് കോളം ഈസ് 2 1 3. ദെൻ D2 ആയതുകൊണ്ട് സെക്കൻഡ് കോളം ഇയാൾ എഴുതാൻ പറ്റൂല, പകരം എഴുതാ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആൾ എഴുതാ. അതാരാ, 5 - 4 7 5 - 4 7. ദെൻ തേർഡ് കോളം മാറൂല, ഇയാളെ തന്നെ എഴുതാം. -1 3 ബീറ്റ -1 3 ബീറ്റ -1 3 ബീറ്റ. ഇതെന്താവണം, 0 ആവണ്ടേ. എടാ ഇത് സോൾവ് ചെയ്താൽ ആകെ ഒരു അൺനോണല്ലേ ഉള്ളൂ, ബീറ്റയിലുള്ളൂ, കിട്ടൂലേ. സോൾവ് ചെയ്യാം. അപ്പം എന്താ വരിക, 2 × -4 ബീറ്റ -21 -5 × ബീറ്റ -9 -1 × 7 + 12. നിങ്ങൾക്ക് അറിയുന്നതാണ് ഡിറ്റർമിൻ്റെ സൊല്യൂഷൻ അല്ലേ. അപ്പം എന്താ വരിക, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ 2 × -4 എന്താ, -8 ബീറ്റ. 2 × -21 -42 അല്ലേ. -5 × ബീറ്റ -5 ബീറ്റ -5 × -9 45. ദെൻ -19 അല്ലേ, 0
അല്ലേ? ഇനി നോക്കുക -8 ബീറ്റ -5 ബീറ്റ -13 ബീറ്റ അല്ലേ? -42 + 45 3 ആണ്. 3 - 19 -16 ആണ് = 0. അപ്പം എന്താടാ 13 ബീറ്റ എന്ന് പറഞ്ഞാൽ -16 അല്ലേ? ബീറ്റ ആരാ? -16/13 അല്ലേ? ബീറ്റയും കിട്ടി, ആൽഫ കിട്ടി, ബീറ്റ കിട്ടി. നമുക്ക് ആരെയാണ് കാണേണ്ടത്? 13 × ആൽഫ ബീറ്റ അല്ലേ നമുക്ക് കാണേണ്ടത്? അറിയാം 13 × ആൽഫ × ബീറ്റ എന്ത് വരും? 13 × ആൽഫ ആരാ? -70 × ബീറ്റ ആരാ? -16/13. 13ഉം 13ഉം പോയ ബാക്കി എന്താ വരടാ? 70 × 60 അല്ലേ? എന്ത് വരും? 42 4 1120. ആൻസർ ഈസ് 1120. ഓപ്ഷൻ നമ്പർ 2 ആണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഒരു ഒറ്റ കൺസെപ്റ്റ് മാത്രം യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.